നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്നിവിടെ കാണിക്കുന്ന റെസിപ്പി പനീർ ബിരിയാണിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പനീർ. അത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം പനീറാണ്. ഇത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഞാൻ ഒരു 10-20 മിനിറ്റോളം ഞാനിത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ആദ്യം പനീർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ആ കട്ടിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. പനീർ വെള്ളത്തിൽ ഇട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കണം. കാരണം ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളിയും ഒരു അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അരച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പനീർ ഒരു 10-20 മിനിറ്റിന് ശേഷം എടുത്ത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ പേസ്റ്റും കുറച്ച്, അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അതും കൂടെ കൂട്ടി നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കുറച്ച് സമയം. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. പനീർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും കേട്ടോ. ഇത് ഇത്രയും എണ്ണയല്ല ഇതിൽ കാണുന്നത്, അതിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നതാണ്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായിപ്പോവും. അതായത് എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ട് നമുക്ക് ഉള്ളി വഴറ്റാം. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില തൈര് ഇത്രയും ചേർത്താണ് ആ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 ടീസ്പൂൺ ഗരം മസാലയും. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ അടുത്തുള്ള ഗരം മസാലയ്ക്ക് ടേസ്റ്റ് നമുക്ക് അറിയണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വേറൊരു മസാലയും ഇതിൽ ചേർക്കുന്നില്ല. അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് കടിക്കാൻ കിട്ടിയാൽ ചിലപ്പം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, അത് കടിക്കാനും കിട്ടില്ല. ഇതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിലും തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില, പുതിനയില ഇത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് തീ കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. മസാലയ്ക്ക് ഒന്ന് ആ പനീറിൽ പിടിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജീര റൈസാണ്. അത് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അതിൽ കൂടുതൽ സമയം വെക്കരുത്, അത് പൊടിഞ്ഞു പോവും. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ കൂടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശം വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് വെക്കണം കേട്ടോ. അതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് ചില അരിക്ക് ചിലപ്പം 1 കപ്പിന് 2 കപ്പ് തന്നെ വെള്ളം വേണ്ടി വരും. ചില അരിക്ക് 1 കപ്പിന് 1.5 കപ്പ് മതിയാവും. അപ്പം അധികവും 1.5 കപ്പ് വെള്ളമേ ആവശ്യമുണ്ടാവുള്ളൂ. അത്രയും വെള്ളം ചേർത്ത് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം തീ സിമ്മാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക കേട്ടോ, അത് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ദം ഇടാം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി അതിൽ ആദ്യം ചോറിടുക. പിന്നെ അതിന് ശേഷം നമ്മുടെ പനീർ മസാല ഇടുക. പിന്നെ ലെയറായിട്ട് ചോറിടുക. അങ്ങനെ അതിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിനയില അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ അതൊന്നും ഇടാറില്ല ബിരിയാണിയിലൊന്നും. ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ ഇങ്ങനെ പെറുക്കി വയ്ക്കും. അപ്പോൾ പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. അപ്പം നല്ല ടേസ്റ്റുള്ള പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരുപാട് നേരം വഴറ്റേണ്ടയോ അങ്ങനെയൊന്നും ഒരു പണിയും ഇല്ല. കുറച്ച് സമയം കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഞാനിവിടെ ഒരു പഴയ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് ദം ചെയ്യാറുള്ളത്. ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അടി കരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.